ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞാനും ദേവേട്ടനും ആദ്യം കൂടിയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ നീറ്റ് ബ്രഷൊക്കെ ചെയ്തു. ആദ്യം ഇപ്പോഴും നീറ്റിട്ടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നീറ്റിട്ട് ദോശ ഉണ്ടാക്കി. ദോശയും ചിക്കൻ കറി ആയിരുന്നു. തലേദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ ദേവേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആദ്യം നീറ്റ് പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, ടി വിയും കണ്ടുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന് ഫിലിം കാണലാണ്. കാരണം ആദ്യം ഈ ഫിലിമിൻ്റെ ഭയങ്കര അഡിക്റ്റാണ്. ഫിലിം കാണണം പറഞ്ഞ് ആലപ്പുഴ ജിംഖാനയ്ക്ക് പോവുകയാണ്. ആർടെക് മോളിലാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. ഞങ്ങൾ എപ്പോഴും അവിടെയാണ് പോകുന്നത്. സാധാരണ പോലെ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങിയിരുന്നു, സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷെ എന്നാലും ഫസ്റ്റ് സീൻ തന്നെയാണ്. എന്താണ് ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ? അത് നന്നായി. ഇൻ്റർവെല്ലിൽ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പോപ്കോൺ മേടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ആദ്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്തിയപ്പോഴത്തേക്ക് വൈകിയല്ലോ, ഒന്നും മേടിക്കാൻ ടൈം കിട്ടിയില്ല. അങ്ങനെ ഫിലിം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറേ പ്ലാൻസുകളുണ്ട്. ആലപ്പുഴ ജിങ്കാലാല, ആലപ്പുഴ ഞാനൊരു കോമഡിക്ക് പറഞ്ഞാളൂ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു വാക്കല്ലേ. ആലപ്പുഴ ജിങ്കാന കണ്ടിട്ട് ഞങ്ങൾ പോരുകയാണ്. ഫിലിം നല്ലതായിരുന്നു. ഒരു ന്യൂജൻ മൂവിയാണ്. പിന്നെ ഒട്ടും ലാഗിങ് ഒന്നുമില്ല, നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് ഇന്ന് ഫുൾ ടൈറ്റ് ഷെഡ്യൂളാണ്. എന്നും നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് ഇറങ്ങിയതാണ്. സിനിമ കഴിഞ്ഞു. ഓ, ദേവേട്ടൻ അല്ലെങ്കിലും ലുക്കല്ലേ, കമന്റ്സുകളൊക്കെ അങ്ങനെയാ. ദേവേട്ടൻ്റെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ദേവേട്ടൻ ഇപ്പോൾ പുതിയ ലുക്കിലോട്ട് മാറുകയാണ്. എൻ്റെ അഭിപ്രായം മാനിച്ചിട്ടാണ്. എപ്പോഴും ഒരേ ലുക്കിൽ കണ്ട് മടുത്തു. സീരിയലിലും ലൈഫിലും ഒരേപോലെ എപ്പോഴും. അപ്പൊ സീരിയൽ ലൈഫിൽ ഒരേപോലെ ആയിട്ടല്ല, നമ്മള് സീരിയലിൽ ഇടാൻ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഒരു നമ്മളത്ര നമ്മൾ പാവപ്പെട്ട ആൾക്കാരാണ്, സെപ്പറേറ്റ് ഒരു ഡ്രസ്സൊന്നും മേടിക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് തന്നെയാണ് ഇപ്പം എൻ്റെ ക്യാരക്ടേഴ്സ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി തട്ടൂലേ, കീറാന്നൊക്കെ. സോറി ഗൈസ്, ഇതാണ് ഫ്ലീച്ച് ബോയ് ബാക്കിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട് ഗൈസ്. സിനിമ കണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് സിനിമ കണ്ടു. ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. 2 സീരിയൽ ഡബ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷൂട്ടിന് പോകാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. ഞാൻ ഇന്ന് ഡബിങ്ങിന്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഡബിങ്ങിന്റെ വീഡിയോ മുന്നേ എടുത്തിരുന്നു, പക്ഷേ ഞാനത് എവിടെ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഡബിങ്ങിന്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ശ്യാമാമ്പരത്തിൽ ദേവേട്ടൻ്റെ സൗണ്ട് കണ്ടില്ല, എത്ര കമന്റ്സ് ആണെന്നറിയോ. നല്ല ഡബിങ് ആണ്, നല്ല സൗണ്ടാണ്. ഒക്കെ ആൾക്കാരെ എനിക്ക് ടെക്സ്റ്റ് വന്നതെല്ലാം നല്ലതാണ്, ഭയങ്കര നല്ല അഭിപ്രായം, പോസിറ്റീവ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടേ, നല്ല സൗണ്ട് ആണെന്ന് ആരും പറയും. എന്റെ സൗണ്ട് അത്ര നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഈ സൗണ്ട് അല്ല, ഡബ് ചെയ്യുമ്പോ സൗണ്ട് മാറിയിട്ടാ വരുന്നത്. അതാണ്, സൗണ്ട് വേറെയാണ്. ഫുഡ് ഡബിങ് കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കഴിക്കുന്നത്? ഇവിടുന്ന് കഴിക്കണം. അയാളവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കഴിച്ചിട്ട് ഒന്നാമത് ചോദിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു കടയില്ല, അവിടെ നിന്ന് കഴിക്കാം. അവിടെ കഴിക്കണം. എവിടെന്നാ എവിടെന്നാ വെച്ചാൽ കഴിക്കാന്നല്ല ചോദിച്ചത്, അവിടെ കഴിക്കണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് കടയാണെന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടും. വെജ് ആണോ നോൺ വെജ് ആണോ? അവിടെ അല്ലേ വീട് ഒഴിവാക്കാം. നമുക്ക് ഇറാനി പോയിട്ട് മന്തി കഴിക്കാം. അപ്പോൾ ദേവേട്ടന് ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി വൈകുന്നേരം. പക്ഷേ ഷൂട്ട് ഇന്നില്ല, ക്യാൻസലായി, നാളത്തേക്ക് ആക്കിയെന്ന് പറഞ്ഞു. സോ നമുക്ക് ഇന്ന് ഫുൾ ഡേ ഫ്രീ ആണ്. ഫുൾ ഡേ ദേവേട്ടന് കിട്ടും. ഫ്രീ ഒന്നുമല്ല, 2 ഡബിങ്
ഡബിങ് അല്ലേ ഉള്ളൂ. ഫുൾ ഡേ ദേവേട്ടൻ. മറ്റത് നമ്മളിതൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഷൂട്ടിന് പോയി പിന്നെ തിരിച്ചു വന്ന്. ഇതെന്താ നിന്നെ കാണിക്കുമ്പോ വെളുപ്പ് എന്നെ കാണിക്കുമ്പോ കറുപ്പ്? ഞാൻ വെളുത്തിട്ട് നീ കറുത്തിട്ട് പോയത്? അയ്യടാ, ഞാൻ അങ്ങനെ കറുത്തിട്ടൊന്നുമല്ല. ഞാൻ വെളുത്തിട്ടല്ല. കൈ നോക്ക്. കൈ നോക്കിയിട്ട് കാര്യമില്ല. കൈ ഞാൻ ഇപ്പൊ ടാൻ അടിച്ചിരിക്കുക. ഞാൻ ആ ബീച്ചിൽ ഷൂട്ട് ചെയ്തിട്ട് ആകെ കറുത്തിരിക്കുകയാണ്. അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അവിടെ ഒന്നുമില്ല. ഒരു അതെ, ഫുൾ മേക്കപ്പ് ഇട്ടോണ്ടായിരിക്കും ചിലപ്പോ നീ കറുത്ത പോലെ തോന്നുന്നു. ഞാൻ ആകെ സൺസ്ക്രീൻ ഉണ്ട്, അതാണോ മേക്കപ്പ്? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ഒരു കടയുണ്ട്. അതായത് ഇവിടുന്ന് ആദ്യ ട്രീറ്റ് ആണ് കേട്ടോ. ഇന്നത്തോടുകൂടിയാണ് ശരിയാക്കി തരാം. കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ചെലവില്ല, എന്റെ ചെലവില്ല. ഒരു ഉറുപ്പ്യ തരോട് ചെലവാക്കിയിട്ടില്ല. പോകുമ്പോ പറയാ അത് എന്റെ കയ്യിലെ കാശ് എടുത്തിട്ട് ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പാവല്ലേന്ന് വെച്ചിട്ട് എന്റെ ആപ്പാടിലെ പൈസ ഇത്ര അഹങ്കാരാണെങ്കിൽ ശരിയാക്കി തരാം. കട കഴിഞ്ഞു അതൊന്നും വേണ്ട, അവിടെ ഉണ്ട് പൊറോട്ടയും ചിക്കൻ കറി. പൊറോട്ടയും ചിക്കൻ കറിയും കിട്ടുകയും നല്ല ഷോപ്പായിരുന്നു. ചോറും മീനും കിട്ടുന്ന കട. പക്ഷെ മുടിഞ്ഞ തിരക്കരി. ആദ്യം ഡബ് ചെയ്യാം. അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഡബിങ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഡബ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ ദേവേട്ടൻ്റെ കൂടെ 1-2 വട്ടം ഡബിങ്ങിന് വന്നിട്ടുണ്ട്. ഇത് ഏത് സീരിയലിൻ്റെ ഡബിങ്ങാ? പൂക്കാലത്തിൻ്റെ ഡബിങ്ങിനാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ആ കയ്യൊക്കെ അങ്ങോട്ട് വീശി നടക്കും. എന്നാലേ ദേഹം വേദനയൊക്കെ മാറുള്ളൂ. എന്നാലേ ദേഹം വേദനയൊക്കെ മാറുള്ളൂ. അതൊക്കെ കുറച്ച് എന്താണ് അത് മാറുള്ളൂ. മാറുള്ളൂ. അതൊക്കെ കുറച്ച് നേരം നടക്കുമ്പോൾ മാറിക്കോളൂ. നീ നടക്ക്. അതൊക്കെ കുറച്ച് നേരം നടക്കുമ്പോൾ മാറിക്കോളൂ. നീ നടക്ക്. കയ്യിലേക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കണം. കുഞ്ഞിനെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേ മുത്തശ്ശി സമ്മാനത്തുക നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരൂ. എല്ലാം നടക്കുമ്പോഴേ ഇല്ലെങ്കിൽ ഈ അരവിന്ദൻ നടത്തും. അങ്ങനെ പൂക്കാലത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. 2 പ്ലേറ്റ് വേണ്ട, 1 പ്ലേറ്റ്. അപ്പൊ എന്താ ഫുഡാ വേണ്ട? ആദ്യം എന്താ വേണ്ട? പൊറോട്ടയും ചിക്കൻ കറി. ദേവേട്ടൻ എന്താ കഴിക്കണോ? ചിക്കൻ മന്തി. ഓക്കെ, അപ്പൊ നമുക്ക് മന്തി കഴിക്കാം. ഹാഫ് മന്തി. ഏത് റെസ്റ്റോറന്റിലേക്കാ പോണേ? ഓഫ് കോഴ്സ് ഇറാനി. ഇറാനി കുഴിമന്തി. നമ്മൾ കഴിഞ്ഞ തവണ പോയ റെസ്റ്റോറന്റ്. എവറി ടൈം. നല്ല ഫുഡാണ്. ഇറാനി ഈസ് ഗോൾഡ്. ഓക്കെ. എന്റെ പൊന്നളിയാ, അന്റെ മാത്രം റോഡല്ലത്. എപ്പോഴുള്ള അസുഖാളെ തെറി വിളിച്ചോണ്ടിരിക്കുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. വീണ്ടും പറഞ്ഞു ബോറടിപ്പിക്കില്ലെന്ന് ഞാൻ നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. അത് വിട്. ഇത് കഴിഞ്ഞ ഫുഡ് കഴിഞ്ഞ പിന്നെ എന്താ പരിപാടി? അഗൈൻ ഡബിങ്. അത് കഴിഞ്ഞ ആ സീരിയൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോവാ. ഓക്കെ, വീട്ടിൽ പോയി നമുക്ക് നൈറ്റ് വിഷു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഹലോ ഫിഷ് ഉണ്ടാക്കിയത് അവന് കഴിക്കാനാണ്. അവന്റെ വീട്ടിൽ പോയി ആരോടും പറയാതെ പോയി ചിക്കൻ ബിരിയാണി കഴിക്കണ നേരത്തെ അവന്റെ വീട്ടിൽ പോവാം. എന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കണ നേരത്ത് വെറുതെ വന്നതാന്നൊക്കെ അവനത് മനസ്സിലാവില്ല. നമുക്ക് മറ്റേ സാധനമൊക്കെ ആയിട്ട് അവിടെ പോവാം. നൈറ്റ് അവിടെ പോകാം. ഓക്കെ.
പാർട്ടി പോലെ Guys, ഈ ബാഗിൽ കുറെ ലേറ്റ് സാധനങ്ങൾ ആയാലും കുഴപ്പമില്ലോ എന്തായാലും കുറെ കാർഡ് മേടിച്ച് അവിടെ നിന്ന് കാർഡ് ഇങ്ങനെ കളിക്കും. കുറെ സംസാരിക്കാനുണ്ട്. അവർക്ക് Guys, ഇവിടെ ഫിലിം പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഒരു കള്ളു കുടിക്കാൻ പോകുന്നു. അപ്പൊ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കാണെങ്കിൽ ഇവരുടെ കുറെ കുറ്റങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾക്ക് അത് ഇരുന്ന് പറയുകയും ചെയ്യാം. ഇറാനി എവിടെയുള്ളൂ? കഴിഞ്ഞ ലാസ്റ്റ് അപ്പൊ തേഞ്ഞ ഞാൻ വെറുതെ അങ്ങനെ ഇരിക്കണം. ഈ വെറുതെ ഇരുന്നോ? ഞാൻ നിങ്ങളൊപ്പം റെസ്റ്റോറന്റ് ഒന്ന് നോക്കട്ടെ. ആ, guys, ഇറാനി. ഞങ്ങൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ കുറെ ദൂരം പറക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഇറാനി കുഴിമന്തി. അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടോ? ഇല്ല അല്ലേ? അവിടെ ഉണ്ട് അപ്പുറത്ത്. കണ്ടറിയാം ആരാ മുന്നിൽ. ചിക്കൻ കറി അല്ലേ? അവരിപ്പം പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറയണ്ടേ ഇതൊക്കെയാണിത്. എന്തത്? നിങ്ങൾക്ക് മന്തി കറിതാ കറി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. മന്തി ഹലോ എടാ ചാക്കോ, ഹലോ. നമ്മൾ ശ്യാമ എപ്പോഴാണോ നമ്മളെ കുറച്ചായിട്ട് ദേവേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡാണ് മന്തി. എവിടെ പോയാലും മന്തി മന്തി മന്തി. ആദ്യം പിന്നെ എവിടെ പോയാലും പൊറോട്ട. എനിക്ക് സ്വതവേ മന്തി കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഇന്ന് എനിക്ക് മന്തി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അടുത്ത സ്ഥലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത ഡബ്ബിങ് സീല് ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്കാണ് വന്നത്. സ്റ്റുഡിയോ സ്റ്റുഡിയോ വാമോളെ ഉണ്ടനല്ല ഞാൻ. അങ്ങനെ ഞങ്ങളുടെ പാർട്ടി തിരിച്ചെത്തിയിരിക്കുന്നു. ആരും കാണാനില്ലാത്ത ഇതിൽ ഏറ്റവും മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. ദൂരിക്കൂടെ കൂളിംഗ് ഗ്ലാസ് ഇത് ഇപ്പോഴും വേണോ? ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു. ഈ രാത്രി റൂമിനുള്ളിൽ ഇടുവോ കണ്ണടാ സ്റ്റൈല് കാണിക്കാൻ? അത്രയും വെയിലടിക്കുമ്പോ പിന്നെ കൂളിംഗ് ഗ്ലാസ് ഞങ്ങളുടെ റൂം കാണിച്ചു. ഓപ്പൺ ദി ഡോർ പ്ലീസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനിയും കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി.
സാർ വേണോ? വേണമെങ്കിൽ നീട്ടാം. ഇവിടെ കടന്ന് മറഞ്ഞ് നീറ്റിരിക്കും. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ആ ഫോണാണ് മാറ്റിക്കാതെ ചായ കുടിക്കല്ലേ? ചായ ചൂടല്ലേ? ഭക്ഷണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവള് ഉണ്ടാക്കിയ പോലെ അത് ഈ ടിഫിൻ ബോക്സ് കണ്ടാലും അറിയാലോ നമുക്ക് ആര് തന്നതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് വിശ്വ ആൻഡ് ഐഷു കുക്ക് ചെയ്തതാണ്. അപ്പം അവരുടെ വക ബിരിയാണിയാണ് നമ്മുടെ ലഞ്ചോ സോറി ഡിന്നർ. ലഞ്ച് ഉച്ചയ്ക്ക് അവിടെ പോയി കുഴിമന്തി കഴിച്ചെല്ലാം മറന്നു പ്രിയേ. ആദ്യക്കുട്ടി 3 പൊറോട്ട അടിച്ച് കയറ്റിയതുകൊണ്ട് വയറ് വയ്യാതെ സുഖമില്ലാതെ ഫുഡ് വേണ്ട പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അവന് കുറച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കുറച്ചിട്ടായിട്ട് കഴിക്കാൻ ഒരുപാട് കഴിഞ്ഞു എടുത്തരാൻ പറ്റുള്ളൂ. ടു മച്ച്. ഞാൻ ഇത്ര എടുക്കണം. ഞാൻ കുറച്ച് എടുത്തോ. അല്ല നിനക്ക് വേണമെങ്കിൽ അന്ന് എടുക്കാം. ആ മതി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാറായി. അതിൻ്റെ ഇടയിൽ ദേവേട്ടനും വിഷുവായിട്ട് കുറച്ച് നേരം ടെറസിൽ പോയി എന്തൊക്കെയോ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു വട്ടം അടികൂടി. അത് കഴിഞ്ഞ് കോംപ്രമൈസായി, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും സ്നേഹമായി. വീഡിയോ എടുക്കുന്ന ആദ്യക്കുട്ടിയാണ്, അതാണ് ആദ്യം ഇവിടെ ഇല്ലാത്തത്. അങ്ങനെ കുറേ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.